ബ്രഹ്മാവിന്റെ ത്വക്കിൽ നിന്നും ജനിച്ച ഒരു മഹർഷിയാണ് ഭൃഗു. ഭൃഗു തീർത്ഥം ഉത്ഭവിച്ചത് ഇദ്ദേഹത്തിന്റെ തപസ്സിനാലാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ദശശ്വമേധന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരിക്കൽ ഭൃഗു മഹർഷി പരമശിവനെ തപസ്സനുഷ്ഠിച്ചു തുടങ്ങി. വർഷങ്ങളോളം തപസ് തുടർന്നു. തപസ്സിന്റെ കാഠിന്യത്താൽ മഹർഷിയുടെ തലമുടി ജടപിടിച്ചു. ക്രമേണ ശരീരം ചിതൽപുറ്റുവന്ന് മൂടുകയും ചെയ്തു. എന്നിട്ടും ശിവശങ്കരൻ ഭൃഗു മഹർഷിക്ക് പ്രത്യക്ഷനായില്ല. ദേവ, അവിടുന്ന് ഭൃഗു മഹർഷിയുടെ തപസ്സറിയുന്നില്ലേ? ഏകാഗ്രമായ തപസ്സിന്റെ തീക്ഷ്ണതയാൽ പ്രപഞ്ചം വിറങ്ങിലിക്കുന്നു. എന്നിട്ടും എന്തേ അവിടുന്ന് മഹർഷിക്ക് പ്രത്യക്ഷനാകുന്നില്ല? പാർവതി പരമേശ്വരനോട് അന്വേഷിച്ചു. ഉമേ, ഭൃഗു ഭക്തനാണ്, എങ്കിലും പരമഭക്തനാണെന്ന് താനെന്ന ഭാവം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. വിശുദ്ധമായൊരു ലക്ഷ്യം ഭൃഗുവിനുണ്ട്. ആ ലക്ഷ്യം സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അഹന്ത തപസ്സിനാൽ ഇനിയും നഷ്ടപ്പെടേണ്ടതുണ്ട്, ഭഗവാൻ അറിയിച്ചു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഭൃഗു മഹർഷിയുടെ തപസ് ഉച്ചസ്ഥാനിലായി. മഹർഷിയുടെ തപസ് പാർവതിയിൽ അനുതാപം സൃഷ്ടിച്ചു. ദേവി പരമേശ്വരനെ സമീപിച്ചു പറഞ്ഞു, ദേവ, ഭൃഗുവിന്റെ തപസ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. അങ്ങ് ഇനിയും പ്രത്യക്ഷനാകാതെ പക്ഷം ഫലസിദ്ധിയിൽ സംശയമുണ്ടായേക്കാം. അങ്ങ് മഹർഷിക്ക് ദർശനം നൽകിയാലും. അങ്ങനെ പാർവതിയുടെ ശുപാർശ പ്രകാരം ഭൃഗുവിന് ദർശനം നൽകുവാൻ ശിവശങ്കരൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ വാഹനമായ കാളയെ ആദ്യം ഭൃഗുവിന് സമീപം പാഞ്ഞയിച്ചു. കാള ഓടിച്ചാടി വന്ന് ഭൃഗുവിനെ പൊതിഞ്ഞിരുന്ന ചിതൽ പുറ്റുടച്ചു കളഞ്ഞു. തപസ്സിന് ഭംഗം വന്ന ഭൃഗു കുപിതനായി എഴുന്നേറ്റു. തൊട്ടുമുന്നിൽ നിൽക്കുന്ന കൂറ്റൻ കാളയെ കണ്ട ഭൃഗു ഉടൻ തന്നെ അതിനെ വധിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് കാളയെ സമീപിച്ചു. ആ മൃഗമാകട്ടെ ആപത്ത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം ഓടുവാൻ തുടങ്ങി. മഹർഷിയും വിട്ടില്ല. അദ്ദേഹം മൃഗത്തെ പിന്തുടർന്നു. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞ് മഹർഷി ക്ഷീണിതനായി മാറി. അപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച മഹർഷി കണ്ടു. കാള ആകാശത്തേക്ക് പറന്നുയരുന്നു. ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്ന മഹർഷി നോക്കി നിൽക്കവേ ആകാശത്ത് ഒരു ദിവ്യപ്രകാശം പരക്കുകയും ആ സ്ഥാനത്ത് സാക്ഷാൽ കൈലാസനാഥൻ പ്രത്യക്ഷനാവുകയും ചെയ്തു. ഭൃഗു മഹർഷി പരമശിവനെ നമസ്കരിച്ചു. തനിക്ക് മുന്നിൽ വിനയാന്വിതനായി നിൽക്കുന്ന മഹർഷിയോട് ശങ്കരൻ അന്വേഷിച്ചു. മഹർഷി, അവിടുത്തെ തപസ്സിന്റെ ലക്ഷ്യം എന്താ? അങ്ങയുടെ ഏതാഗ്രഹമാണ് ഞാൻ സാധിച്ചു തരേണ്ടത്? പ്രഭു, ലൗകിക ജീവിതത്തെ സുഖണമെന്ന് ഞാൻ ആസക്തനല്ല ദേവ. എന്നാൽ ഇന്നും അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. അതിനാൽ ഈ സ്ഥലം അവിടുത്തെ അംശം വഹിച്ച് പുണ്യസ്ഥലമായി തീരണമേ, ഭൃഗു അപേക്ഷിച്ചു. മഹർഷി, താങ്കളുടെ ഇച്ഛയ്ക്ക് എതിർ നിൽക്കുവാൻ ഞാൻ അശക്തനാണ്. അങ്ങയുടെ ഇംഗിതം പോലെ ആ സംഭവിക്കട്ടെ. ഈ ദേശം ഇനി മുതൽ ഭൃഗുതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടും. ഇവിടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും അവന്റെ പാപങ്ങളിൽ നിന്ന് മുക്തനാകുവാൻ സാധിക്കുന്നതായിരിക്കും, ഭഗവാനെ അനുഗ്രഹിച്ചു. അന്നു മുതൽ ആ ദേശം ഭൃഗുതീർത്ഥം എന്ന പേരിൽ വിഖ്യാതമായി. അടുത്തത് ഭൃംഗി മഹർഷിക്ക് 3 കാലുകളുണ്ടായ കഥയാണ്.